തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലെ പതഞ്ഞു ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിന്റെ ദൃശ്യം ഒരു ലഹരിയായി തണുവായി മനസ്സിൽ അലിഞ്ഞിറങ്ങവേ സീനൽ സഞ്ചാരിയും കൂട്ടരും ബാണാസുര സാഗർ അണക്കെട്ട് കാണുവാനായി യാത്രയായി. കാനന പാതകൾ സത്യത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. മരങ്ങൾ തിങ്ങി നിറഞ്ഞ വനപ്രദേശത്തിനകത്തുകൂടി വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാതകൾ ശരിക്കും ഒരു ചിത്രകാരന്റെ വിരൽത്തുമ്പിൽ പിറവിയെടുത്ത ഒരു വർണ്ണചിത്രം പോലെ മനോഹരം. മനസ്സും ചിന്തയും കുസൃതിക്കാരനായ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പിടിവിട്ടോടാൻ തുടങ്ങി. ഈ വയനാട് ജില്ലയിൽ മനോഹരമായ എത്രയെത്ര ടൂറിസം കാഴ്ചകളാണ് പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും സഞ്ചാരികളുടെ ഒരു പറുദീസ തന്നെയാണ് വയനാട്. ഞങ്ങളുടെ വണ്ടി ബാണാസുര സാഗർ എർത്ത് ഡാം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ എർത്ത് ഡാം? പേരിൽ തന്നെയുണ്ട് ഒരു ക്ലൂ. കോൺക്രീറ്റ് ഉപയോഗിക്കാതെ മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന ഡാമുകളാണ് എർത്ത് ഡാം. ഇന്ത്യയിൽ ഇത്തരത്തിൽ നിരവധി ഡാമുകളുണ്ട്. അവയിൽ ഏറ്റവും വലിയ ഡാമാണ് ബാണാസുര സാഗർ ഡാം. പോത്തുണ്ടി ഡാം, ആനയിറങ്ങൽ ഡാം എന്നിവയും എർത്ത് ഡാമുകളാണ്. അങ്ങനെ ഞങ്ങൾ അണക്കെട്ടിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. ഇവിടെ അനവധി ബസ്സുകളും മറ്റ് വാഹനങ്ങളും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ വാഹനത്തിനും വ്യത്യസ്ത പാർക്കിംഗ് ഫീസാണ് ഈടാക്കുന്നത്. 120 രൂപ മുതൽ താഴോട്ട് പോകുന്നു നിരക്കുകൾ. ഇപ്പോൾ അസഹ്യമായ ചൂടാണ്. ഞങ്ങൾ ഡാം കാണുന്നതിനായി നടന്നു തുടങ്ങി. ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം ഡാമിലെത്താൻ. വയനാട്ടിലെ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇന്ന് ബാണാസുര സാഗർ അണക്കെട്ട്. അണക്കെട്ടിനടുത്തുള്ള മലകളിലേക്ക് സാഹസിക മലകയറ്റം നടത്തുവാനുള്ള ഒരു ഉത്തമ തുടക്ക സ്ഥലമാണ് ഇവിടം. കൽപ്പറ്റയിൽ നിന്നും 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ എന്ന സ്ഥലത്തുള്ള ബാണാസുര സാഗർ അണക്കെട്ട് കാണുവാൻ ഞങ്ങൾ മുമ്പോട്ട് പോകവേ മനസ്സ് ചോദിച്ച്, എന്താ ഇങ്ങനെ ഒരു പേര്? ഓണത്തിന് കേരളത്തിൽ തന്റെ പ്രജകളെ കാണാനെത്തുന്ന മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് കണ്ടിരുന്ന മഹാബലി തമ്പുരാന്റെ മകനല്ലയോ ബാണൻ എന്ന അസുരൻ? ഈ മലകളുമായി അദ്ദേഹത്തിന് എന്താണ് ബന്ധം? ഉത്തരം തേടുക തന്നെ. കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിന് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത്. 1979 ഇതിന്റെ നിർമ്മാണം തുടങ്ങിയതെങ്കിലും 2004 പൂർത്തിയായത്. ഏകദേശം 25 വർഷ കാലയളവ് വേണ്ടി വന്നു. ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. നവംബർ മാസം മുതൽ മെയ് വരെയാണ് അണക്കെട്ട് സന്ദർശിക്കാൻ അനുയോജ്യം. ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങി. ഇതാ നേരെ പോകുന്ന ടാറിട്ട റോഡിന്റെ ഇടത്തോട്ട് തിരിഞ്ഞു വേണം അണക്കെട്ടിന്റെ മുകളിലേക്ക് കയറാൻ. അതിനായി കരിങ്കൽ പടവുകൾ കെട്ടിയിരിക്കുന്നു. ഞങ്ങൾ കല്ലുപാകിയ പ്രവേശന കവാടത്തിനടുത്തെത്തി. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 വരെയാണ് അണക്കെട്ടിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുക. ഞങ്ങൾ മുകളിലേക്കുള്ള നടപ്പ് തുടരുകയാണ്. മനോഹരമായ രീതിയിൽ മുകളിലേക്കുള്ള പാതയുടെ വശത്ത് പുല്ല് പാകി വളർത്തിയിരിക്കുന്നു. കുറെ തണൽ മരങ്ങൾ ഇവിടെ കാണുന്നു. വെയിലുകൊണ്ട് തളർന്നു വന്ന എനിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഞങ്ങൾ മരത്തണലിൽ കുറച്ചു നേരം വിശ്രമിച്ചു. എന്തൊരു സുഖം! കുട്ടികൾ ഉൾപ്പെടെ അനവധി സന്ദർശകർ മുകളിലേക്ക് വരുന്നുണ്ട്. ഏതായാലും അല്പം ക്ലേശം സഹിച്ചാണെങ്കിലും ഞങ്ങൾ ഡാമിന് മുകളിൽ എത്തിച്ചേർന്നു. എന്തൊരു വീതിയിലാണ് ഈ വീഥികൾ ഒരുക്കിയിരിക്കുന്നത്! എത്ര വലിയ പാറകളും കല്ലുകളും മണ്ണുമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുക. 685 മീറ്റർ നീളമുള്ള ഈ അണക്കെട്ടിനായി 33 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് ഉപയോഗിച്ചത്രേ. ചെലവ് 190 കോടി രൂപ. ഏതായാലും KSEBയുടെ കീഴിലുള്ള ബൃഹത്തായ ഒരു പദ്ധതി തന്നെയാണ് ഈ ഡാം.
കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ജലമെത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയിലുള്ള ഈ പ്രദേശത്ത് ജലസേചനം, കുടിവെള്ളം എന്നിവ എത്തിക്കുക മാത്രമല്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതും ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളത്രേ. ബാണാസുര സാഗർ പദ്ധതി പൂർത്തിയായിട്ടില്ല. കാരാപ്പുഴ ജലവൈദ്യുതി പദ്ധതി പോലെ അപൂർണമായ അവസ്ഥയിലാണ് ഈ പദ്ധതി എന്നത് വേദനയോടെ പറയാതെ വയ്യ. കേരളത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന മഹാബലി രാജാവിന്റെ മകന്റെ പേരിൽ ഇവിടം അറിയപ്പെടാൻ കാരണം ബാണാസുരൻ ഈ മലമുകളിൽ കഠിന തപസ് അനുഷ്ഠിച്ചിരുന്നതായി പറയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കൊടുമുടിയാണ് ബാണാസുരമല. പ്രകൃതി രമണീയമായ 4-5 മലകൾ ഇങ്ങനെ നിരന്നു നിന്ന് ഒരു കോട്ട പോലെ കാണപ്പെടുന്നു. ഇത് ബാണാസുരന്റെ കോട്ടയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടായിരിക്കണം പ്രായം കൂടുതലുള്ള ആളുകൾ ഈ മലയെ ബാണാസുരൻ കോട്ട എന്ന് വിളിക്കുന്നത്. നല്ല വീതിയുള്ള ഈ റോഡിന്റെ ഇരുവശത്തും കരിങ്കല്ല് പാകി ചരിച്ച് ചിറ ബലപ്പെടുത്തിയിരിക്കുന്നു. മഴക്കാലത്ത് സമീപ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായപ്പോൾ രൂപപ്പെട്ട ഡാമിന്റെ റിസർവോയറിലെ ദ്വീപുകളുടെ കൂട്ടമാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിൽ ഒന്ന്. ബാണാസുര മലകളുടെ പശ്ചാത്തലത്തിലുള്ള ദ്വീപുകൾ സന്ദർശകർക്ക് ഏറെ ഹൃദ്യമാണ്. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റ് കൂട്ടുകയാണ്. ഇതാ ഇടതുവശത്തായി ഡാം സ്ഥിതി ചെയ്യുന്നു. 125 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിലെ വെള്ളം നല്ല നീല നിറത്തിൽ കാണുന്നു. അവിടെവിടെയായി അനേകം പച്ച തുരുത്തുകൾ. സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്നു. ജലാശയം വെട്ടിത്തിളങ്ങുന്ന പോലെ. ഞങ്ങൾ മുന്നോട്ട് നടന്നു. അതാ അവിടെ ഒരു പന്തൽ കെട്ടിയതുപോലെ കാണുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തി. ഇവിടെ 285 മീറ്റർ നീളത്തിൽ ഒരു ഷെഡ് പോലെ, അതിനു മുകളിൽ 1760 സോളാർ പാനലുകൾ അല്പം ചരിച്ച് ഘടിപ്പിച്ചിരിക്കുന്നു. ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയാണ്. 4.29 കോടി രൂപ ചെലവിൽ 400 കിലോവാട്ട് വൈദ്യുതി സൂര്യപ്രകാശത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഏക അണക്കെട്ടെന്ന ഖ്യാതിയും ബാണാസുര സാഗർ അണക്കെട്ടിനാണ്. ഏതായാലും ഈ ഷെഡ് സന്ദർശകർക്ക് അല്പനേരം തണലുകൊണ്ട് വിശ്രമിക്കാൻ ഉതകും. സോളാർ പാനൽ വിരിച്ച ഷെഡിന് താഴെയായി നിരവധി ബെഞ്ചുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അനേകം സന്ദർശകർ കത്തിക്കാളുന്ന വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. അത് അവിടെ ഡാമിലെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഫെറോ സിമെന്റ് കൊണ്ട് ഉള്ളു പൊള്ളയായി നിർമ്മിച്ചിരിക്കുന്ന ഫ്ലോട്ടിന് മുകളിലായി സോളാർ പാനലുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഫ്ലോട്ടിംഗ് സോളാർ പാനൽ 7.5 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമത്രേ. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വെള്ളത്തിനടിയിലുള്ള കേബിൾ മുഖേന വൈദ്യുതി വകുപ്പിന്റെ പവർ പ്ലാന്റിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. 31 ഏക്കറിൽ കൂടുതൽ പ്രതല വിസ്തീർണമുള്ള ഈ ഡാമിന്റെ ജലലഭ്യതയും കുഞ്ഞു കുഞ്ഞു ദ്വീപ സമൂഹങ്ങളും നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നു. അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക് ജലയാത്ര ചെയ്ത് രസിക്കാൻ സ്പീഡ് ബോട്ട്, കുട്ടവഞ്ചി, ജലവിധാനത്തിന് മുകളിലൂടെയുള്ള സിപ്പ് ലൈൻ യാത്ര ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. പ്രവേശന ഫീസ് കൂടാതെ 1000 രൂപ കൊടുത്താൽ 5 പേർക്ക് സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യാം. 450 രൂപയാണ് 2 പേർക്ക് കുട്ടവഞ്ചി തുഴഞ്ഞു നടക്കാനുള്ള ചാർജ്. സിപ്ലൈൻ യാത്രയ്ക്ക് 350 രൂപ കൊടുക്കണം. ഇത് കൂടാതെ അണക്കെട്ട് സന്ദർശിക്കാൻ എത്തുന്നവർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, രസിക്കാനുള്ള ഒട്ടനവധി വിനോദ ഉപാധികളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. ഇവിടെ ഇതാ നിരവധി മരങ്ങളും ചെടികളും നട്ടു വളർത്തിയ ഒരു പൂന്തോപ്പ് കാണാം. യാന്ത്രികമായി ഞങ്ങൾ നടക്കുകയായിരുന്നു. ചൂടും നടപ്പും
എന്നെ ക്ഷീണിതനാക്കി എന്ന് പറയുന്നതാവും ശരി. ആ മരങ്ങളുടെ തണൽ പറ്റി ഞങ്ങൾ നടന്നു. ഇത് ഇവിടെ ഉയർന്ന മരങ്ങളിൽ പലയിടത്തായി ഊഞ്ഞാല് കെട്ടിയിരിക്കുന്നു. കൊച്ചു കുട്ടികൾക്ക് ആടാനായി ഉയരം കുറഞ്ഞ ഇരുമ്പ് പൈപ്പുകളിൽ ഒരുക്കിയ ഊഞ്ഞാലുകളുമുണ്ട്. കുട്ടികൾ ഊഞ്ഞാലുകൾ ആടി തിമർക്കുകയാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഊഞ്ഞാലാട്ടാൻ മാത്സര്യബുദ്ധിയോടെ എത്ര സന്തോഷമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ വീണുകിട്ടുന്ന അവധി സമയം ഉല്ലസിക്കാനായി കുട്ടികളുമായി എത്തിയവരാണ് ഇവരിൽ അധികം പേരും. നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനും ഉല്ലസിക്കാനുമായി സമയം കണ്ടെത്താൻ കഴിയാത്തതുണ്ടോ? രണ്ടുപേരി കവിത ഓർത്തുപോയി. നേരമില്ലാർക്കുമെന്ന് ഐക്യ നർമ്മദയുടെ തീരത്തിരുന്നൊന്ന് സല്ലപിക്കാൻ. അങ്ങനെയുണ്ടോ? ഇവിടെ മരങ്ങളുടെ തളലിരുന്ന് സല്ലപിക്കുന്ന മിഥുനങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഊഞ്ഞാലിൽ ആടുന്നവരെയും കണ്ട് നിഴലുകൾ പാകിയ നിരത്തിലൂടെ ഞങ്ങൾ നടന്നു. ഏതായാലും നടന്ന് വിയർത്ത് വരുന്ന സന്ദർശകർക്ക് ഈ തണൽമരം വളരെ ആശ്വാസം നൽകുന്നു. ഇത് ഇവിടെ വളരെ കൗതുകകരമായൊരു ഏർപ്പാട്. ഫിഷ് സ്പാ. വെള്ളത്തിൽ ചെറിയ മത്സ്യങ്ങളെ വളർത്തുന്നു. നമ്മൾ അവിടെ ചെന്നിരുന്ന് കാൽപാദങ്ങൾ വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഉടൻ തന്നെ ഈ ചെറു മത്സ്യങ്ങൾ പാദങ്ങൾക്കരികിലേക്ക് ഓടിയെത്തും. മുട്ടി ഉരുമി നിന്നുകൊണ്ട് പാദങ്ങളിലെ മൃദുകോശങ്ങൾ കൊത്തിത്തിന്നും. വല്ലാത്തൊരു അനുഭൂതിയാണ്. തൊട്ടടുത്ത് തന്നെ വലകെട്ടിത്തിരിച്ച ഒരു ചെറിയ കുളത്തിൽ വിവിധ വർണ്ണങ്ങൾ ശരീരത്തിലേറ്റിയ കോയിക്കാർപ്പ് മത്സ്യങ്ങൾ ഓടിക്കളിക്കുന്നു. വർണ്ണങ്ങൾ ചാലിച്ചെഴുതിയ ഉടലുമായി വളരെ പ്രൗഢിയോടെ ഓടി നടക്കുന്ന ഈ മത്സ്യങ്ങളെ കാണുന്നത് തന്നെ സന്തോഷം. ഇവിടെ നമ്മൾ കാശ്മീരിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ പ്രദേശങ്ങളിൽ കാണുന്ന കുറേയേറെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ നടപ്പ് തുടരുകയാണ്. അപ്പോൾ കാണാൻ കഴിഞ്ഞത് സന്ദർശനം കഴിഞ്ഞ് ക്ഷീണിച്ചവർ തിരികെ മലയിറങ്ങുന്ന കാഴ്ച. സത്യത്തിൽ ഞാനും ഏറെ ക്ഷീണിതനായിരുന്നു. തണൽ മരങ്ങളും ലഘുഭക്ഷണശാലകളും ഉള്ളത് ക്ഷീണമകറ്റാൻ സഹായകമായി. ഇനി തിരികെ പോകാം. ഞങ്ങൾ സ്റ്റെപ്പുകളിൽ കൂടി തിരികെ നടന്നു തുടങ്ങി. ടൂറിസ്റ്റുകൾ പലരും ഇപ്പോഴും മല കയറി വരുന്നുണ്ട്. മല ഇറങ്ങി വരുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് വിവിധ തരത്തിലുള്ളതും സാഹസികത നിറഞ്ഞതുമായ ഒട്ടനവധി വിനോദങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നതാണ്. ഇതാ ഇവിടെ ഭയാനകയുടെ പ്രതിരൂപമായ ഹൊറർ ഹൗസ്. അടുത്തായി നിരവധി തമാശ വിനോദങ്ങൾക്കായി ഫൺ ഫാന്റസി, കൂടാതെ ബമ്പർ കാർ, ടെമ്പോളിൻ, ഡാർക്ക് തണ്ടർ, ബാൾ ഷൂട്ടിംഗ്, അങ്ങനെ നിരവധി വിനോദ പരിപാടികൾ നമുക്കായി കാത്തിരിക്കുന്നു. വീണ്ടും നടന്നു തുടങ്ങിയപ്പോൾ കണ്ടത് കളിപ്പാട്ടങ്ങൾ, കൗതുക വസ്തുക്കൾ, വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ തുടങ്ങി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന സ്റ്റാളുകൾ നിരവധി. ബാണാസുര സാഗർ അണക്കെട്ട് സന്ദർശിക്കാൻ എത്തുന്നവർക്കായി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നവരാണ് ഇവരെല്ലാം.
ഞങ്ങൾ മലയിറങ്ങി വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഞാൻ അണക്കെട്ടിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നു. മഴ പെയ്തതോടെ മലയാകെ പച്ചപ്പ് പടർന്നിരിക്കുന്നു. വൻമരങ്ങൾ വളരെ കുറവാണ്. തെരുവ് പോലുള്ള പുല്ലുകളാണ് മല നിറയെ. അതിനാൽ ഈ പച്ചപ്പിന് വല്ലാത്തൊരു ഭംഗി. വേനൽക്കാലത്ത് ഈ പുല്ലെല്ലാം ഉണങ്ങി മലയുടെ നിറം മാറും. വെളുത്ത മേഘങ്ങൾ ഇടയ്ക്കിടെ മലയെ തൊട്ടു തലോടിപ്പോകുന്ന കാഴ്ചയും നീലനിറത്തിലുള്ള ജലാശയവും അവയിൽ കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു പച്ചപ്പ് നിറഞ്ഞ തുരുത്തുകളും തുടങ്ങി സന്തോഷത്തിന്റെ സൗന്ദര്യത്തിന്റെ ഒരുപിടി ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ബാണാസുര സാഗർ അണക്കെട്ടിനോട് യാത്ര ചൊല്ലി. ഫ്രണ്ട്സ്, വരും ദിനങ്ങളിൽ സീനിയർ സഞ്ചാരി നിങ്ങൾക്കരികിലെത്തുന്നു. ജനവാസമില്ലാത്ത കുറുവദ്വീപിന്റെ മനസ്സിൽ തുറന്ന കാഴ്ച വിശേഷങ്ങളുമായി. കാത്തിരിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യാനും ഓർക്കുമല്ലോ കൂട്ടുകാരെ. നന്ദി.